നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ടെല്ല PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയാണല്ലോ LD ടൈപ്പിസ്റ്റ്. ഈ LD ടൈപ്പിസ്റ്റ് മത്സര പരീക്ഷയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ ടെല്ല PSC ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. മാർച്ച് 10 മുതൽ മാർച്ച് 15 വരെ എല്ലാ ദിവസവും യൂട്യൂബ് വഴിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, അതിന് നോട്ട്സ് ഉണ്ടാവും, അതിന്റെ എക്സാം ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം ധാരാളം തവണ നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ് ഈ പറഞ്ഞ LD ടൈപ്പിസ്റ്റ് മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് ക്യാരേജ് എന്നറിയപ്പെടുന്ന ടൈപ്പ് റൈറ്റർ എന്നറിയപ്പെടുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ക്യാരേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻട്രഡക്ഷൻ ടു ടൈപ്പ് റൈറ്റർ. അതിൽ തന്നെ പ്രധാനപ്പെട്ട MS വേർഡ് എന്നറിയപ്പെടുന്ന ടോപ്പിക് ഉണ്ട്. GK പോർഷനിൽ പ്രധാനപ്പെട്ട ടോപ്പിക് ഉണ്ട്. ഇംഗ്ലീഷ് എടുത്താലും മലയാളം എടുത്താലും എല്ലാ മേഖലയിലും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുണ്ട്. ആ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് മാർച്ച് 10 മുതൽ മാർച്ച് 15 വരെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് എല്ലാ അധ്യാപകരുടെയും ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബ് വഴിയായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് ക്യാരേജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അതായത് 2025 ഉൾപ്പെടെ മത്സര പരീക്ഷയിൽ ചോദിച്ച ഈ പറയുന്ന ടൈപ്പിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദി അപ്പർ പോർഷൻ ഓഫ് ദി ടൈപ്പ് റൈറ്റർ വിച്ച് മൂവ്സ് വൈൽ ടൈപ്പിംഗ് ഈസ് കാൾഡ്. വേറെ ഒന്നുമില്ല, എന്താ ചോദ്യം? അതായത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ടൈപ്പ് റൈറ്ററിന്റെ ഏറ്റവും മുകൾ ഭാഗം മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ് ചെയ്യുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: സെഗ്മെന്റ്, ക്യാരേജ്, സിലിണ്ടർ ആൻഡ് നൺ. ആൻസർ ആയിട്ട് വരേണ്ടത് ക്യാരേജ് ആണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്ന ക്യാരേജുമായി ബന്ധപ്പെട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ക്യാരേജ് എന്ന് ചോദിച്ചാൽ ദി അപ്പർ പോർഷൻ ഓഫ് ദി ടൈപ്പ് റൈറ്റർ, ടൈപ്പ് റൈറ്ററിന്റെ ഏറ്റവും മുകളിലത്തെ ഒരു ഭാഗമാണ്. വിച്ച് മൂവ്സ് വൈൽ ടൈപ്പിംഗ് ഈസ് കാൾഡ്. അതായത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് മൂവ് ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ടൈപ്പ് റൈറ്റർ ആണെങ്കിൽ ഈ ടൈപ്പ് റൈറ്ററിന്റെ ഏതാണ്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ക്യാരേജ്. ഈ ക്യാരേജ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യുന്നുണ്ട്. ഈ ക്യാരേജ് മൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഹാൻഡിൽ. ക്യാരേജ് ഹാൻഡിൽ എന്ന് പറയും. അപ്പൊ ക്യാരേജ് എന്താണ്? ഈ ക്യാരേജുമായി ബന്ധപ്പെട്ട് വിവിധ മത്സര പരീക്ഷയിൽ ഈ പറയുന്ന ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ഫാക്ടുകളിൽ ഒന്ന് എന്താണ് ക്യാരേജ്. ക്യാരേജ് എന്ന് പറഞ്ഞാൽ എന്താ? ദി പാർട്ട് ദാറ്റ് മൂവ്സ് ഓവർ ദി ടോപ്പ് ഓഫ് എ ടൈപ്പ് റൈറ്റർ വൈൽ ടൈപ്പിംഗ് ഈസ് കാൾഡ്. ടൈപ്പ് റൈറ്റർ മെഷീനിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അത്. ടൈപ്പ് റൈറ്ററിന്റെ ഏറ്റവും മുകൾ ഭാഗമാണ്. അതാണ് ക്യാരേജ് എന്ന് പറയുന്നത്. ഇനി ക്യാരേജുമായി ബന്ധപ്പെട്ട് ദ ക്യാരേജ് മൂവ്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആസ് യു ടൈപ്പ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങോട്ടേക്കാണ് ഈ പറയുന്ന ക്യാരേജ് മൂവ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, തിരിച്ചല്ല മൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്താ ഈ പറഞ്ഞേക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ദ ക്യാരേജ് മൂവ്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആസ് യു ടൈപ്പ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ക്യാരേജ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ടൈപ്പ് റൈറ്റർ ക്യാരേജ് ഈസ് എ ക്യാരേജ് ഫോർ ക്യാരിങ് എ ഷീറ്റ് ഓഫ് പേപ്പർ. എന്തിനു വേണ്ടിയാ കോമൺ ആയിട്ട് ഈ ക്യാരേജ് ഉപയോഗിക്കുന്നത്? അതായത് ക്യാരിങ് എ ഷീറ്റ് ഓഫ് പേപ്പർ. നമ്മൾ ഈ പറയുന്ന ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന പേപ്പർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടേമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഈ ക്യാരേജിന് ഉപയോഗിക്കുന്നു. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ദ ക്യാരേജ് റാക്ക് മൂവ്സ് ഓൺ എ പീനിയൻ വീൽ. പീനിയൻ വീലിലാണ് ക്യാരേജ് റാക്ക് എല്ലായ്പ്പോഴും മൂവ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ക്യാരേജുമായി ബന്ധപ്പെട്ട് ടൈപ്പ് റൈറ്റർ പരീക്ഷയിൽ ക്യാരേജുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതേപോലെ ധാരാളം ടോപ്പിക്കുകളുണ്ട്. ഈ ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന 10 തീയതി മുതൽ മാർച്ച് 10 മുതൽ മാർച്ച് 15 വരെയുള്ള യൂട്യൂബ് സെഷനിൽ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ടൈപ്പ് റൈറ്റർ പോർഷൻ മാത്രമല്ല, അതിനകത്ത് നമ്മൾ MS വേർഡ് ഡിസ്കസ് ചെയ്യും. ഈ പറയുന്ന എല്ലാ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ
പോയിന്റുകളും ഡിസ്കസ് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓരോ ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീക്കിലി സ്റ്റഡി പ്ലാൻ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലേണിംഗ് ആപ്പ് വഴി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ നാലാമത്തെ, അതായത് വീക്ക് 4ലെ സ്റ്റഡി പ്ലാൻ ഇതാണ്. 9-ാം തീയതി 9/3/2026 മൺഡേ, തിങ്കളാഴ്ച നമ്മൾ 3 സെഷനായിട്ടാണ് ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സെഷനിൽ ഇംഗ്ലീഷ് ആണ്, സെക്കൻഡ് സെഷനിൽ MS വേർഡ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് അതിന്റെ വീഡിയോ ക്ലാസ് കാണണം, അതിന്റെ നോട്ട്സ് പഠിക്കണം, അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്യണം. രണ്ടാമത്തത് 10/3/2026 ട്യൂസ്ഡേ ദിവസം സെഷൻ 1 അല്ലെങ്കിൽ ഫസ്റ്റ് സെഷനിൽ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ ക്ലാസ്സും കണ്ടന്റും നമ്മൾ തരും. ദെൻ അതിന്റെ രണ്ടാമത്തെ സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് വേർഡ് പ്രോസസിംഗ് ആണ്. ദെൻ 11/3/2026 വെനസ്ഡേ മലയാളം ഒന്നാമത്തെ ഫസ്റ്റ് സെഷനായിട്ട് മലയാളം പഠിക്കണം. സെക്കൻഡ് സെഷനായിട്ട് റിനൈസൻസ്, തേർഡ് സെഷനായിട്ട് ലൈവ് ക്ലാസ് ഉണ്ടാകും. ആ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ 12/3/2026 ഒന്നാമത്തെ സെഷൻ, ഫസ്റ്റ് സെഷൻ ഹിസ്റ്ററി ആണ്. സെക്കൻഡ് സെഷൻ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് ആണ്. അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 20 മാർക്കാണ് ടോപ്പിക്കിൽ കൊടുത്തേക്കുന്നത്. ദെൻ 13/3/2026 ഫ്രൈഡേയിൽ വേർഡ് പ്രോസസിംഗ് ആണ് ഫസ്റ്റ് സെഷൻ. സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പൊ ഇതൊരു വീക്കിലി സ്റ്റഡി പ്ലാനാണ്. ഈ വീക്കിലി സ്റ്റഡി പ്ലാനിൽ പോലും നമ്മുടെ സിലബസ് പ്രകാരമുള്ള മലയാളം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ട്, വേർഡ് പ്രോസസിംഗ് കൊടുക്കുന്നുണ്ട്, MS വേർഡ് കൊടുക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, റിനൈസൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു, സെക്കൻഡ് വീക്കിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു, തേർഡ് വീക്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് 4th വീക്കിലെ സ്റ്റഡി പ്ലാനാണ്. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള വീഡിയോ ക്ലാസും കണ്ടന്റും നോട്ട്സും വായിച്ചതിന് ശേഷം ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ഡേ, അതായത് 14/3/2026 സാറ്റർഡേയിൽ എന്ത് ചെയ്യണം, ഇതിനൊരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. അത് ലേണിംഗ് ആപ്പ് വഴിയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത് മാത്രം പോരാ, ഈ എക്സാമിൽ നിങ്ങൾക്ക് എത്രമാത്രം മാർക്ക് കിട്ടി അത് നിങ്ങൾ നോക്കി വിലയിരുത്തിയതിനു ശേഷം 15/3, അതായത് ആ വീക്കിലെ സൺഡേയിൽ എന്ത് ചെയ്യണം, അത് റിവിഷൻ നടത്തണം. ഈ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന മെത്തേഡ് അനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി ഓരോ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്ലാസ്സും അതിന്റെ നോട്ട്സും അതിന്റെ എക്സാമും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോവുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.